ടാടാ! ഇനി നമുക്കൊരു വേഴ്സ് കാർഡ്ബോർഡ് വെച്ചിട്ടൊരു ഫ്രെയിം ആക്കിയാലോ? അപ്പോൾ അത് വേണ്ടിയിട്ട് നമുക്ക് വേഴ്സ് കാർഡ്ബോർഡ് ഇതുപോലെയാണ് നമ്മൾ ആക്കിയെടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ വർക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് 2 കാർഡ്ബോർഡ് വേഴ്സ് കാർഡ്ബോർഡ് എടുക്കുക. ഇത് നമ്മൾ ഇതുപോലെ വെക്കുമ്പോൾ കറക്റ്റ് അളവാക്കണം. അളവ് വെച്ചിട്ട് ഇത് കുറച്ച് ചെറുതാക്കിയാണ് വേണ്ടത്. കാരണം അത് ശരിയായി വരികയാണെങ്കിൽ കുറച്ച് ചെറുതാക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി പോകാൻ സാധ്യതയാണ്. അപ്പം അത് വെക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കുറവാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഒട്ടിച്ച് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത് അളവ് എടുത്തിട്ടുണ്ട്. ഇതിന് ചെറുതാണ്, കണ്ടോ? ഇതിന് ചെറുതാണ് ഇത് വരുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാണ്, നമ്മൾ ഇത് നല്ലപോലെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രാൻസിഷനാണ്, എങ്ങനെയുണ്ട് പറയും കേട്ടോ. ഇതുപോലെ ഇത് വെക്കാം. ഇങ്ങനത്തെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ചെയ്യാൻ പറ്റും. വളരെ ഇതിനുള്ളിലൂടെ വെക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യണം. ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ഈ കമൻറ്റ് ഓൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷോർട്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ ഇനി നമ്മൾ ഇത് നല്ലപോലെ സ്റ്റിക്ക് ചെയ്യാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഗമ്മ വെക്കണം. ഞാൻ ബ്രഷിലാണ് ഗമ്മ വയ്ക്കുന്നത്. പാത്രത്തിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിന്മേൽ തേക്കാൻ കഴിയും. നല്ല ഓവറായിട്ട് തേക്കാൻ പാടില്ല, എന്നാൽ ലൈറ്റായിട്ട് തേക്കാൻ പാടില്ല, മീഡിയം രീതിയിൽ തേക്കണം. ഇത് അപ്പുറത്തേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എടുത്തിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുമല്ലോ. വെറുതെ വായിച്ചാൽ പോരെ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളതും കമൻറ്റ് അറിയിക്കുക. കണ്ടോ, ഞാനൊരു പാത്രത്തിൽ കണ്ടിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ഫുള്ള് തേക്കണം. ഇതുപോലെ നമ്മൾ തേച്ചിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനത്തെ വർക്ക്സ് ഇനിയും വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഫുള്ള് തേക്കണം. ഞാൻ ഫുള്ള് തേച്ചിട്ടുണ്ട്. ഞാനിത് വീഡിയോ ലോങ് ആവാൻ വേണ്ടിയിട്ടാണ് ഫുള്ള് ഇതിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടാവില്ല. ഇത് കുറേ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല റിസ്ക് ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നല്ല ഈസിയാണ്, നല്ല റിസ്ക്കുമാണ്. ഇങ്ങനത്തെ ഒരു മീഡിയം ടൈപ്പ് വർക്കാണ് ഇത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ കണ്ടോ. അല്ലെങ്കിൽ അത് നമ്മൾ അതിന് കറക്റ്റ് സൈസ് ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ അത് പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ചെറുതാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലാക്കാൻ കഴിയും. ഈ പ്രോസസ്സ് ചെയ്താൽ നല്ല രസമാണ് കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലാക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒട്ടിക്കാം. ഞാൻ പല ഒട്ടിക്കുന്നില്ല, അതും കൂടി ചെയ്യാൻ വയ്യ. അപ്പോൾ ഇതിന്മേൽ നമ്മൾ ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കാൻ കഴിയും. ചുറ്റൂർ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള വർക്കാണ്. ടിഷ്യൂ പേപ്പർ ഇതിനെ കട്ട് ചെയ്തിട്ട് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പീസാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല, വളരെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയാൽ മതി. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ആ വെള്ളം ഒലിച്ച് പോയിക്കണം. എന്നിട്ട് ഈ 2 പെയിൻ്റ് എടുത്തിട്ടുള്ളത് യെല്ലോ പ്ലസ് ഗോൾഡൻ ആണ്. ഈ പശ ഗം ഇതിന് ചുറ്റോറും നമ്മൾ പിന്നെ ഒന്നും കൂടി തേക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ തേക്കുകയാണ്. ഫുള്ള് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ടിഷ്യൂ പേപ്പറാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുകളിൽ പെയിൻറ്റ് കൊടുത്തിട്ട് ഇതിന് വെക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇതിന് വെച്ചിട്ട് പെയിൻറ്റ് എടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് ആക്കിയിട്ടുള്ളൂ, കുറച്ച് ഇതിന് ആക്കിയിട്ട് ചെയ്യാൻ വിചാരിച്ചു. എന്തായാലും ഇതിലാക്കി ഒട്ടിച്ചിട്ട് നമ്മൾ ഇത് തേക്കേണ്ട ആവശ്യമുണ്ട്. കണ്ടോ, ചിലത് നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ചിലതിൽ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ചിലതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് അതിൻ്റെ ഐഡിയ ഉദിച്ചത്. ഇപ്പോൾ അത് കുറേ വട്ടം ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. 2-3 ട്രിപ്പ് ഇതാക്കിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ എടുത്ത് അതും കഴിഞ്ഞ് പിന്നെ എടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റിനും കുറേ 4-10 ഒക്കെ എടുത്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 9-10 എടുത്ത് എടുത്താൽ മതി. നിങ്ങളിത് എത്ര വലുതാണോ അതിനനുസരിച്ച് ഇത് എത്ര ടിഷ്യൂ പേപ്പർ എടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ യെല്ലോ വേണം. അതിന് മുമ്പ് നമ്മൾ ഉള്ളിലും ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഉള്ളിൽ ഫുള്ളായിട്ട് ഈ ഗോൾഡൻ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ ഞാൻ പെട്ടെന്ന് വെച്ചിട്ട് പേപ്പർ ഒട്ടിക്കാനുള്ള കാര്യം മറന്നുപോയി. പിന്നെ നമ്മൾ ലക്ഷറി തീമിലാണല്ലോ ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും അതിൻ്റെ ഉള്ളിലും ഗോൾഡൻ കൊടുക്കുക. എന്നിട്ട് യെല്ലോ എടുത്തിട്ട് ഈ സൈഡ് എഡ്ജിലായിട്ട് ഈ ഫുള്ള്, അതായത് ഇന്നർ എഡ്ജിലായിട്ട് വേണം ഫുള്ള് യെല്ലോ കൊടുക്കാൻ. യെല്ലോ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചിലത് നമ്മൾ ഉള്ളിൽ ആവാൻ സാധ്യതയുണ്ട്, അത് ശ്രമിക്കുക. വേണമെങ്കിൽ മാസ്കിങ് ടാപ്പ് ഒട്ടിക്കുക. ഇതിപ്പോൾ ഞാൻ ആ ഗോൾഡൻ അടിച്ചുകൊണ്ടാണ് ഞാൻ മാസ്കിങ് ടാപ്പ് ഒട്ടിക്കാത്തത്, അല്ലെങ്കിൽ ഒട്ടിക്കുമായിരുന്നു. അതുപോലെ നമ്മൾ ഫുള്ള് തേക്കണം. അത് നിങ്ങൾ ഇഷ്ടമുള്ള കളറും ആക്കും. ഇതിപ്പോൾ ഞാൻ ലക്ഷറി തീമിലായതുകൊണ്ടാണ് ഈ കളർ തന്നെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ വേറെ ഏതെങ്കിലും കളറിന് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടാവും.
ഇതുപോലെ കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ട് ഞാൻ എക്സ്ട്രാ ഹേർട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ ഇതിൽ ഡബിൾ സൈഡഡ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഗവൺമെന്റ് വെച്ചിട്ട് വൃത്തി ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. ഞാൻ ഡബിൾ സൈഡ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ വർക്ക്സ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ആരോ ഫോട്ടോ ആണ്, നിന്റെ ഫോട്ടോ അല്ല. അപ്പോൾ നിന്റെ ഫോട്ടോ വെച്ച് തെറ്റിദ്ധരിക്കുന്നു വേണ്ട. ശരി, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. അത് ഈ വീഡിയോ എത്രത്തോളം ഇഷ്ടമായെന്നുള്ളത് കമന്റിൽ അറിയിക്കാനും മറക്കണ്ട. അടുത്ത വീഡിയോ എന്ത് വേണമെന്ന്